എന്നിട്ട് ഞാൻ സൂത്രൻ്റെ മുതുക് ചൊറിഞ്ഞു കൊടുത്തപ്പോൾ മുതുകിൽ മരപ്പശ പറ്റി. ഈ ശരിച്ചേട്ടൻ്റെ ഒരു തമാശ. ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഉറങ്ങാനും സമ്മതിക്കില്ലേ, ഒന്നും പതുക്കെ. പിന്നെ മരപ്പശ ഞാൻ മണത്തപ്പോ മൂക്കിലും മരപ്പശ. പിന്നെ തുടങ്ങി എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാൻ കാണുന്നത് പോലെ അല്ല, ഉള്ളിലൊരു മൃഗം ഉറങ്ങിക്കിടപ്പുണ്ട്, അറിയാമോ? മൃഗമോ? അതേടോ, കണ്ടാൽ ഞാനൊരു പാവമാ, പക്ഷെ ഉള്ളിലൊരു സിംഹം ഉറങ്ങിക്കിടപ്പുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. കേട്ടില്ലേ, ഗുഹയുടെ ഉള്ളിൽ ഏതോ സിംഹം ഉറങ്ങിക്കിടക്കുന്നു. അങ്ങേര് ഉണർന്നാൽ പ്രശ്നമാ, ഓടിക്കോ. അയ്യോ, എടോ മണ്ടച്ചാരെ, ഗുഹയുടെ ഉള്ളിൽ സിംഹമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ? ഞാനത് അലങ്കാരമായി പറഞ്ഞതാ. ഉള്ളിൽ സിംഹം ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാ. അതാണോ? ഞാൻ പോയി ഇത് അവന്മാരോട് പറഞ്ഞിട്ട് വരാം. ഓരോരോ മണ്ടന്മാരെ ഫ്രണ്ടായിട്ട് കിട്ടിയാലത്തെ പൊല്ലാപ്പേ. കടിയൻ, താൻ സിംഹത്തെ തിന്നുമല്ലേ? എന്നാ പിന്നെ തിന്നടോ എന്നെ. അയ്യോ അയ്യോ. താൻ സിംഹത്തെ തിന്നെന്ന് ഞാനാ എല്ലാവരോടും പറഞ്ഞത്. ഉള്ളിൽ സിംഹമുണ്ട് എന്ന് പറഞ്ഞ പിന്നെ എന്താ അർത്ഥം?